Welcome to Polar Grammar classes. Today we can discuss about prepositions. Preposition is a word or phrase used with a noun or a pronoun to show its relation to some other word or phrase in the sentence. ഒരു നാമത്തിനോടോ സർവനാമത്തിനോടോ നിന്നുകൊണ്ട് മറ്റൊരു പദവുമായി അതിൻ്റെ ബന്ധത്തിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് preposition. അപ്പോൾ നമുക്ക് ഒരുപാട് prepositions ഉണ്ട്. നമുക്കിന്ന് വളരെ കുറച്ച് പ്രിപ്പോസിഷൻസിനെ കുറിച്ച് ഒരു 4-5 പ്രിപ്പോസിഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം 2 പ്രിപ്പോസിഷൻസ് ബിറ്റ്വീൻ ആൻഡ് എമംഗ് ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു 2 things, അതായത് 2 കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. അതേസമയം എമംഗ് ഈസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു മോർ ദാൻ 2, 2ൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എമംഗ് ആണ്. എക്സാമ്പിൾ നോക്കാം. അരുൺ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ അജ്മൽ ആൻഡ് ആൻ്റണി. ഇവിടെ 2 പേർക്കിടയിലാണ് അരുൺ ഇരിക്കുന്നത്. അജ്മലും ആൻ്റണി 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ ബിറ്റ്വീൻ ഉപയോഗിച്ചു. മറ്റൊരു എക്സാമ്പിൾ, അരുൺ ഈസ് സിറ്റിംഗ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അവിടെ ഹിസ് ഫ്രണ്ട്സ് 2ൽ കൂടുതലുണ്ട്, കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എമംഗ് ഉപയോഗിച്ചത്. ജോൺ ആൻഡ് ജെയിംസ് എഗ്രീഡ് ബിറ്റ്വീൻ ദംസെൽസ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ്. ഇവിടെ 2 പേരേ ഉള്ളൂ, ജോണും ജെയിംസ്, അതുകൊണ്ട് ബിറ്റ്വീൻ ഉപയോഗിച്ചു. അടുത്ത എക്സാമ്പിൾ, ജോൺ, ജെയിംസ് ആൻഡ് ജോസഫ് എഗ്രീഡ് എമംഗ് ദംസെൽസ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ്. ഇവിടെ 3 പേരുണ്ട്, അതുകൊണ്ട് നമ്മൾ എമംഗ് ഉപയോഗിച്ചു. അപ്പം ബിറ്റ്വീനും എമങ്ങും മനസ്സിലായല്ലോ. അതിൻ്റെ 2ൻ്റെ ഉപയോഗങ്ങൾ. ബിറ്റ്വീൻ 2 കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. 2ൽ കൂടുതൽ കാര്യങ്ങൾ വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എമംഗ് ആണ്. ഇനി മറ്റ് 2 പ്രിപ്പോസിഷൻസ്. One is beside and other is besides. Beside, besides. Beside means by the side of, അരികിൽ. Besides means in addition to, കൂടാതെ. അപ്പം ബിസൈഡും ബിസൈഡ്സും നമുക്ക് സാധാരണ തെറ്റിപ്പോകാറുള്ള 2 പ്രിപ്പോസിഷൻസ് ആണ്. നമുക്കിനി എക്സാമ്പിളിലൂടെ കൂടുതൽ തറവാക്കാം. She sat beside me. They are living beside the river പെരിയാർ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ബിസൈഡ് ആണ്, ബൈ ദ സൈഡ് ഓഫ്. ഷീ സാറ്റ് ബിസൈഡ് മീ, ദേ ആർ ലിവിങ് ബിസൈഡ് ദ റിവർ പെരിയാർ. ഇനി ബിസൈഡ്സ് നോക്കാം. ഐ ഹാവ് 4 പെൻസിൽസ് ബിസൈഡ്സ് ദിസ് ബ്ലാക്ക് പെൻ. ഈ ബ്ലാക്ക് പെൻ കൂടാതെ എൻ്റെ കയ്യിൽ 4 പെൻസിലുകളും കൂടി ഉണ്ട്. ഐ ഹാവ് 4 പെൻസിൽസ് ബിസൈഡ്സ് ദിസ് ബ്ലാക്ക് പെൻ. മറ്റൊരു എക്സാമ്പിൾ, ഷീ ഹാസ് 5 അതർ ഹാറ്റ്സ് ബിസൈഡ്സ് ദിസ് റെഡ് ഹാറ്റ്. ഈ റെഡ് ഹാറ്റ് കൂടാതെ അവളുടെ കയ്യിൽ മറ്റ് 5 തൊപ്പികളും കൂടി ഉണ്ട്. ഷീ ഹാസ് 5 അതർ ഹാറ്റ്സ് ബിസൈഡ്സ് ദിസ് റെഡ് ഹാറ്റ്. ബിസൈഡ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മറ്റ് 2 പ്രിപ്പോസിഷൻസ് സിൻസ് ആൻഡ് ഫോർ. സിൻസ് ഈസ് യൂസ്ഡ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം. ഫോർ ഈസ് യൂസ്ഡ് വിത്ത് എ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കുന്നു. പോയിന്റ് ഓഫ് ടൈം, അതായത് പർട്ടിക്കുലർ പോയിന്റ്, കറക്റ്റ് പോയിന്റ് സൂചിപ്പിക്കാൻ സിൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. ദാറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം, 10 years. അതുകൊണ്ട് അവിടെ 4 വന്നു. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2010. 2010 മുതലാണ് ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയത്. അതായത് സിൻസ് 2010 എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം റെഫർ ചെയ്യാൻ നമ്മളവിടെ സിൻസ് ഉപയോഗിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ, ഐ ഹാവ് നോട്ട് സീൻ ഹിം ഫോർ ദ ലാസ്റ്റ് 10 days. 4 അവിടെ 4 ആണ്. ഫോർ ദ ലാസ്റ്റ് 10 days, അതായത് പീരീഡ് ഓഫ് ടൈം ആണ്, അതുകൊണ്ട് 4 ഉപയോഗിച്ചു. ഐ ഹാവ് സീൻ ഹിം സിൻസ് ജാനുവരി 10. അവിടെ ജാനുവരി 10 എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്, അതുകൊണ്ട് നമ്മൾ സിൻസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് മറ്റൊരു പ്രിപ്പോസിഷനായ എഗൻസ്റ്റ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം.
എഗൻസ്റ്റ് നമുക്കറിയാം ഓപ്പോസിഷനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ദിസ് പ്രിപ്പോസിഷൻ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ഓപ്പോസിഷൻസ്. ഓപ്പോസിഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ദ പീപ്പിൾ റോസ് എഗൻസ്റ്റ് ദി ഗവൺമെൻറ്. ദ പീപ്പിൾ റോസ് എഗൻസ്റ്റ് ദി ഗവൺമെൻറ്. സെക്കൻഡ് എക്സാമ്പിൾ, ദ അഗിറ്റേഷൻ വാസ് എഗൻസ്റ്റ് ദി ഫോർകാസ്റ്റ് സിസ്റ്റം. ദ അഗിറ്റേഷൻ വാസ് എഗൻസ്റ്റ് ദി ഫോർകാസ്റ്റ് സിസ്റ്റം. നമ്മളിവിടെ ഫോർ ഉപയോഗിച്ചു. ഇനി ദിസ് പ്രിപ്പോസിഷൻ ഈസ് ഓൾസോ യൂസ് ടു ഇൻഡിക്കേറ്റ് പ്രിപ്പറേഷൻസ്. പ്രിപ്പറേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഗൻസ്റ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, വി മസ്റ്റ് ടേക്ക് പ്രീകോഷൻസ് എഗൻസ്റ്റ് COVID-19. വി മസ്റ്റ് ടേക്ക് പ്രീകോഷൻസ് എഗൻസ്റ്റ് COVID-19. മറ്റൊരു എക്സാമ്പിൾ, ദേ വോണ്ട് us എഗൻസ്റ്റ് തീവ്സ്. എന്നുവെച്ചാൽ മോഷ്ടാക്കളുണ്ട് എന്നുള്ള അവർ നമുക്കൊരു വാർണിംഗ് തന്നു, മോഷ്ടാക്കളുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ അനാവശ്യമായ പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്രിപ്പറേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് എഗൻസ്റ്റ്. അപ്പോൾ എഗൻസ്റ്റ് ഓപ്പോസിഷനെ സൂചിപ്പിക്കാനും പ്രിപ്പറേഷൻസിനെ സൂചിപ്പിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി മറ്റ് രണ്ട് പ്രിപ്പോസിഷൻസാണ് അറ്റ് ആൻഡ് ഇൻ. അറ്റും ഇന്നും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് പ്ലേസ്. ഒരു പ്ലേസിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ പൊസിഷൻ, പ്ലേസോ പൊസിഷനോ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ സോ ഹിം അറ്റ് ഹിസ് ഓഫീസ്. ഐ സോ ഹിം അറ്റ് ഹിസ് ഓഫീസ്. മറ്റൊരു എക്സാമ്പിൾ, ദ ട്രെയിൻ സ്റ്റോപ്ഡ് അറ്റ് സൂററ്റ്. അപ്പോൾ അവിടെ അറ്റ് ഉപയോഗിച്ചു. ഈ സൂററ്റിനേക്കാളൊരു വലിയൊരു സ്ഥലമാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ത്യ, ലണ്ടൻ, ഡൽഹി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇന്നാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ടു ഇൻഡിക്കേറ്റ് ഡിറക്ഷൻ എന്നുവെച്ചാൽ ലക്ഷ്യം വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് അറ്റ്. ഹി എയിംഡ് അറ്റ് ദി ലയൺ. ഹി എയിംഡ് അറ്റ് ദി ലയൺ. ഹി വാസ് സ്റ്റെയറിംഗ് അറ്റ് മീ. അപ്പം ലക്ഷ്യം വെക്കുക എന്ന മീനിങ് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ് എന്ന പ്രിപ്പോസിഷനാണ്. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അതായത് ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അറ്റ് 2 o'clock, അറ്റ് 8 o'clock, അറ്റ് ദിസ് മൊമെൻറ്റ്. അപ്പം അവിടെ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ ദിസ് പ്രിപ്പോസിഷൻ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ഏജ്. പ്രായം സൂചിപ്പിക്കാൻ, വയസ്സ്, നമ്മളുടെ വയസ്സ് പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഹി ലെഫ്റ്റ് ദ സ്കൂൾ അറ്റ് 10. Now he is at her 40. Now she is at her 40. Then in. അടുത്തത് ഇന്നാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ഡ്രസ്സ്. ഡ്രസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. ദ വിമൺ ഇൻ റെഡ് സാരി. ദ വിമൺ ഇൻ റെഡ് സാരി. കം ടു സ്കൂൾ ഇൻ യൂണിഫോം. കം ടു സ്കൂൾ ഇൻ യൂണിഫോം. മറ്റൊരു സന്ദർഭം, ഇന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇൻ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ഇൻ പുവർ ഹെൽത്ത്. അതാണ് അവരുടെ അവസ്ഥ. ഷീ ഈസ് ഇൻ പുവർ ഹെൽത്ത്. ഹി വാസ് ഇൻ ഡെസ്പെയർ. ഹി വാസ് ഇൻ ഡെസ്പെയർ. ഹി ലിവ്സ് ഇൻ കംഫർട്ട്. ഹി ലിവ്സ് ഇൻ കംഫർട്ട്. ഇനി അറ്റും ഇന്നും ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അത് അറ്റ് റിലേറ്റ്സ് എ സ്മാൾ എക്സ്റ്റെൻറ്റ് ഓഫ് സ്പേസ് ഓർ ടൈം. അറ്റ് നമ്മൾ ഒരു ചെറിയ പരിധിയെക്കുറിച്ച്, ചെറിയ സമയപരിധികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ഇൻ ഇൻഡിക്കേറ്റ്സ് എ വൈഡർ എക്സ്റ്റെൻറ്റ്. ഒരു വലിയ ദൈർഘ്യം സൂചിപ്പിക്കാൻ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. ദ എൻഡ് ഈസ് അറ്റ് ഹാൻഡ്. ദ എൻഡ് ഈസ് വെരി ക്ലോസ്. വളരെ അടുത്താണ് എൻഡ്. ദ എൻഡ് ഈസ് അറ്റ് ഹാൻഡ്. അറ്റ് ഉപയോഗിച്ചു. ദ വർക്ക് ഈസ് ഇൻ ഹാൻഡ്. അവിടെ നമ്മൾ ഇന്നാണ് ഉപയോഗിച്ചത്. ദേ വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock ഇൻ ദി ഈവനിങ്. ഇപ്പോൾ പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അവിടെ നമ്മൾ അറ്റ് ഉപയോഗിച്ചു. 5 o'clock. പിന്നെ ഒരു അതായത് വൈഡർ എക്സ്റ്റെൻറ്റ് വന്നതുകൊണ്ട് അവിടെ ദ ഈവനിങ് എന്ന് വെച്ചാൽ കുറേ സമയമുണ്ട്, വൈകുന്നേരം. ഒരു വൈഡർ എക്സ്റ്റെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് തൊട്ട് മുന്നേ ഇൻ ഉപയോഗിച്ചു. ഹി വാസ് ബോൺ അറ്റ് ലിങ്കൺഷെയർ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ലിങ്കൺഷെയർ ഒരു ചെറിയ സ്ഥലമാണ്, അതുകൊണ്ട് അറ്റ് ഉപയോഗിച്ചു. അതിന് മുമ്പിൽ ഇംഗ്ലണ്ട് ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ
അവിടെ അതിന് തൊട്ട് മുന്നിലായിട്ട് ഇൻ ഉപയോഗിച്ചു. ഹി വാസ് ബോൺ അറ്റ് ലിങ്കൺഷെയർ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ് ഇനിയും തുടരുന്നതാണ്. വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ നൗ. ഓക്കെ.